ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, ഇന്നൊരു അടിപൊളി ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. തരിച്ച് മിരണ്ടിരിക്കും ത്രില്ലർ. ഒരു ലേഡി OLX പോലത്തൊരു അവരെ നാട്ടിലെ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു യൂസ്ഡ് വാഷിംഗ് മെഷീൻ വാങ്ങിക്കും. അതിൽ അവൾക്കൊരു പണി കിട്ടുന്നുണ്ട്. അതൊരു കേടായ ഉപയോഗശൂന്യമായ വാഷിംഗ് മെഷീനായിരുന്നു. ഇതിൽ ദേഷ്യം വന്ന പെണ്ണ് ആ സെല്ലർ ID കയറി അവൻ വിൽക്കുന്നതെല്ലാം കള്ളസാധനമാണ്, അവനൊരു ഫ്രോഡാണെന്നും പറഞ്ഞ് കമന്റ് ഇടും. പക്ഷെ അവൾ അറിഞ്ഞിരുന്നില്ല അവൻ ഫ്രോഡ് മാത്രമല്ല ഒരു സീരിയൽ കില്ലറും കൂടി ആയിരുന്നുവെന്ന്. അന്നു മുതൽ അവൾ വേട്ടയാടപ്പെടുകയാണ്. വെർത്ത് വാച്ചിങ് ആയിട്ടുള്ള അടിപൊളി മൂവിയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ടാർഗറ്റ് എന്ന ഈ ത്രില്ലർ സിനിമ. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കോളേജ് പയ്യൻ അവൻ്റെ iMac കമ്പ്യൂട്ടർ വിൽക്കാൻ തീരുമാനിക്കും. എന്നിട്ട് അവൻ OLXൽ അതിൻ്റെ പരസ്യം കൊടുക്കുന്നുണ്ട്. കുറേ പേര് വേണമെന്ന് പറയും. ഇവനാണെങ്കിൽ തപ്പി നോക്കുമ്പോൾ എല്ലാ ആമ്പിള്ളേർ, ഇതെന്താണ് എല്ലാ ആണുങ്ങളായിരിക്കുന്നത്, പെൺകുട്ടികളൊന്നുമില്ലേ? അങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാലോ, അതാണ് അവൻ്റെ ആഗ്രഹം. രോഗി ഇച്ഛിച്ച പോലെ ഒരേ ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അവൾക്ക് ഈ കമ്പ്യൂട്ടർ വേണം, പക്ഷെ മേടിക്കുന്നതിന് മുന്നേ എനിക്കത് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് അവൾ ചോദിച്ചിട്ടുണ്ട്. ഇവൻ തിരിച്ച് മെസ്സേജ് അയക്കും, തീർച്ചയായിട്ടും കാണാം, കുറച്ച് വലുപ്പമുള്ള കമ്പ്യൂട്ടറാണ്, അത് കൊണ്ടുപോകാനുള്ള സെറ്റപ്പായിട്ട് വരണം, പിന്നെ വില പേശലൊന്നുമില്ല, പറഞ്ഞ പണം തന്നാൽ മാത്രമേ ഞാൻ സാധനം തരുള്ളൂ. ആ പെൺകുട്ടി പറയും, തീർച്ചയായിട്ടും ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മേടിച്ചോളാം, നിങ്ങൾ അഡ്രസ്സ് അയക്കൂ, ഞാൻ ഇന്ന് വൈകിട്ട് വരാം. ഈ ചെറുക്കൻ അഡ്രസ്സ് അയക്കുന്നു. സന്തോഷമായിട്ട് ചന്തുള്ള പെണ്ണിനെ വൈകിട്ട് കാണാമെന്നും പറഞ്ഞ് അവൻ കോളേജിൽ പോകും. അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലെ സൂപ്പർവൈസറാണ്. ഇപ്പൊ ജോലിക്കാർ ഡ്രെയിനേജ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ടൈലൊട്ടിച്ചു. ഇനി ആ ടൈലെല്ലാം അടിച്ചു പൊട്ടിച്ച് പറിക്കണം. നാളെ പണി തീർത്ത് കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഇവരീ കാണിച്ചു വെച്ച പണി ഇരട്ടി പണിയായി. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ കാണിച്ചത്? ഇതാരാ ഇപ്പം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? എന്റെ ജോലി കളയാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞ് അവൾ ജോലിക്കാരെ ചീത്ത പറയുന്നു. നിങ്ങൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ജോലിക്കാർ തിരിച്ചും പറയുന്നുണ്ട്. ഇവൾ ഓഫീസിലേക്ക് എത്തുമ്പോൾ ചീഫാണെങ്കിൽ അവർ ടൈലൊട്ടിക്കുമ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. ഇവള് പറയും, ഞാൻ വീട് താമസം മാറുകയായിരുന്നു, അതുകൊണ്ട് ഇന്നലെ ലീവായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നീ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വീണ്ടും ആ പണി ചെയ്യുന്നതിന് കമ്പനി എന്തായാലും വർക്കേഴ്സിന് കാശ് കൊടുക്കില്ല, അത് കമ്പനിക്ക് നഷ്ടമാണ്. അപ്പോൾ ഇവള് പറയും, സാർ പണം കൊടുത്തില്ലെങ്കിൽ അവർ ജോലി ചെയ്യില്ല. പണം കൊടുക്കാതെ എങ്ങനെയാണ് സാർ അവർ ജോലി ചെയ്യുക? ചീഫ് പറയും, ഇത് നിന്റെ മിസ്റ്റേക്ക് അല്ലേ, നീ തന്നെ പണം കൊടുത്തേക്ക്. ഒരു ദിവസത്തെ എല്ലാവരുടെ കൂലിയും ഇവള് തന്നെ കയ്യിൽ നിന്ന് കൊടുക്കണം. അങ്ങനെ ഒരു പൊല്ലാപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പെണ്ണിന്. ശരി, ഞാനത് കൊടുത്തോളാം, പക്ഷെ നിങ്ങൾ എപ്പോഴും എന്നെ ഹണി എന്ന് വിളിക്കുന്നില്ലേ സാർ? അങ്ങനെ വിളിക്കാതിരിക്കണം, അതെനിക്ക് ഇഷ്ടമല്ല എന്നവൾ പറയും. ഇയാൾ എല്ലാ വാക്കിൻ്റെ ഇടയ്ക്കും ഒരു ഹണി ചേർത്താണ് അവളെ വിളിക്കുക. അതിനും ചീഫ് ചീത്ത പറയുന്നുണ്ട്. ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞാൽ നിന്നോട്, അത് കാഷ്വലായിട്ട് പോലും എടുക്കാൻ അറിയാതെ പേഴ്സണലായിട്ട് നിന്നോട് ആരെടുക്കാൻ പറഞ്ഞ് പോയി തൻ്റെ പണി ചെയ്യടോ എന്ന് പറഞ്ഞ് ചീഫ് അവളെ ഇറക്കി വിടും. ഹീറോയിനൊരു കൂട്ടുകാരിയുണ്ട്, അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരി. അവളോട് പറയും, ഇപ്പം തന്നെ ഒരുപാട് പണം ചെലവായി വീട് താമസം മാറാൻ. ഇനി ആൾക്കാരുടെ കൂലിയായിട്ട് 3 മില്യൺ KRW കൊടുക്കണം. KRW എന്ന് പറഞ്ഞാൽ അവരെ നാട്ടിലെ പണം വോൺ. അതിൻ്റെ വില നമ്മുടെ രൂപയുടെ മൂല്യത്തെക്കാൾ കുറവാണ്. പക്ഷെ എന്നതുകൊണ്ട് അത് ദരിദ്ര രാജ്യമൊന്നുമല്ല. മൂല്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മാറ്റം. അവരുടെ 1000 വോൺ നമ്മുടെ 61 രൂപ മാത്രമാണ്. എവിടുന്നേലും കടം വാങ്ങേണ്ടി വരും. ഞാൻ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറയും. ഇത് കേട്ട് കൂട്ടുകാരി, എനിക്ക് തോന്നണ ചീഫിന് നിന്നെ ഇഷ്ടമാണെന്ന്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വെറുതെ ചീത്ത പറയുന്നു. അതെ, അയാൾക്ക് എന്നെ കണ്ണിന് നേരെ കാണുന്ന ഇഷ്ടമല്ല. ഫോൺ വിളിച്ചാലും നേരിട്ട് കണ്ടാലും വെറുതെ ചീത്ത പറയുക. കൂട്ടുകാരി പറയും, അത് പ്രണയാടി, പ്രണയമുള്ളവരങ്ങനെയാ, ചിലപ്പോൾ ദേഷ്യത്തോടെ ആയിരിക്കും പ്രകടിപ്പിക്കുക. പൊസസീവാ പുള്ളിക്കാരന്. അതെ, കെട്ട് കഴിഞ്ഞവനാ പൊസസീവ്, എനിക്കൊന്നും വേണ്ട അവനെന്നും പറഞ്ഞ് ഇവള് കാറെടുത്ത് കൂട്ടുകാരിയും വിളിച്ച് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് കൂട്ടുകാരിയോട് പറയും, എൻ്റെ വാഷിംഗ് മെഷീൻ കേടായിട്ട് കുറച്ച് നാളായി, റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കിയപ്പോൾ അതിൻ്റെ മെയിൻ മോട്ടറും സംഭവങ്ങളെല്ലാം കരിഞ്ഞു പോയിരിക്കുക. അതിന് തന്നെ 5 ലക്ഷം വോണാവും. അതിലും ഭേദമൊന്ന് പുതിയത് വാങ്ങിക്കുന്ന. പുതിയത് മേടിക്കാനും മാത്രം കാശുമില്ല താനും. ഇത് കേട്ട് കൂട്ടുകാർ പറയും, എന്നാൽ പിന്നെ നീ ഒരു യൂസ്ഡ് മെഷീൻ വാങ്ങിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഒരു മൈക്രോവേവ് മേടിച്ചു, എനിക്കതിന് 2 ലക്ഷം വോണേ ആയുള്ളൂ. അവര് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തു. അസല് പുതിയ സാധനം, ചെറിയ യൂസേജ് ചെയ്തിട്ടുള്ളൂ, നിനക്ക് അങ്ങനെ ശ്രമിച്ചൂടെ? ഇവള് അങ്ങനെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചീഫ് വിളിക്കുന്നത്. ചീഫ് പറയും, നീ സമയം വൈകാതെ ഇന്ന് തന്നെ പോയി ആ ഒട്ടിച്ച ടൈലെല്ലാം പറിച്ചു മാറ്റി പുതിയത് ഒട്ടിക്കാനുള്ള പണി നോക്കണം, അല്ലാതെ തെണ്ടി നടക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് ആ സൈറ്റിലും ചെന്ന് അപ്പിയിട്ട് വെക്കരുത് എന്നും പറഞ്ഞ് ചീഫ് കോള് കട്ട് ചെയ്യും. ഇത് കേട്ട കൂട്ടുകാരി, അതെന്താടി ചീഫ് അങ്ങനെ പറഞ്ഞത്? നീ എന്തേലും കാണിച്ചായിരുന്നോ?
അത് കേട്ട് ഹീറോയിൻ പറയും, അതേടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരിക്കൽ ഞാൻ സൈറ്റിലെ ബാത്റൂം യൂസ് ചെയ്തു, പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഡ്രെയിൻ പൈപ്പ് കണക്ട് ചെയ്തിട്ടില്ല എന്ന്. സോ ബാത്റൂം യൂസ് ചെയ്തു, സംഭവം നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്ന് വീണു. ഇത് കേട്ട് കൂട്ടുകാർ ചോദിക്കും, എന്ത് അപ്പി? എൻ്റെ ദൈവമേ, വെറുതെ അല്ല അയാളെ എപ്പോഴും നിന്നെ കണ്ട തെറി വിളിക്കുന്നു. അയാൾക്ക് നിന്നോട് പ്രണയമൊന്നുമില്ല. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ മുന്നേ പറഞ്ഞതിന് സോറി എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ ചിരിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മൾ നേരത്തെ കണ്ട ആ കോളേജ് പയ്യൻ, അവൻ കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ പെൺകുട്ടി വരാൻ പോവല്ലേ, അതുകൊണ്ട് അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പെൺകുട്ടി മെസ്സേജ് അയക്കുക, എനിക്ക് പെട്ടെന്നൊരു അർജന്റ് വർക്ക് വന്നു, അതുകൊണ്ട് ഞാൻ എനിക്ക് പകരം എൻ്റെ ബ്രദർ അയക്കാം, ബ്രദർ വന്ന് ആ കമ്പ്യൂട്ടർ വാങ്ങിച്ചോളൂ. ചേടാ, പെണ്ണ് മിസ്സായല്ലോ എന്ന സങ്കടമായിരിക്കും നമ്മുടെ ചെക്കന്. അധികം വൈകാതെ ആരോ വന്ന് കഥകി മുട്ടുന്നുണ്ട്. ഒരാള്, ഞാൻ ഐമാക്ക് ചെക്ക് ചെയ്യാൻ വന്നാണ്, എൻ്റെ സിസ്റ്റർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നുവല്ലോ, ഞാനത് കണ്ടോട്ടെ എന്ന് ചോദിക്കും. ഈ പയ്യനും പുള്ളിക്കാരനകത്തേക്ക് കയറ്റും. ആ പിന്നെന്താ, കണ്ടോളൂ, പുതിയതുപോലുള്ള സാധനമാണ്, പണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ഈ പയ്യൻ ചോദിക്കുന്നുണ്ട്. അയാൾ പറയും, അതെ കൊണ്ടുവന്നിട്ടുണ്ട്, കമ്പ്യൂട്ടർ കുഴപ്പമൊന്നുമില്ല, പുതിയതാണല്ലോ, നല്ല വർക്കിംഗ് കണ്ടീഷനാണെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുക്കൻ ഒരു ബാറ്റ് കയ്യിലെടുക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത ആൾ എഴുന്നേറ്റ്, സിസ്റ്റം എനിക്കിഷ്ടമായി, ഞാനിപ്പോൾ തന്നെ പണം തരാം, തന്നെടുക്കാമെന്ന് പറഞ്ഞിട്ട് പണം ഈ ചെറുക്കന് കൊടുത്ത ഉടനെ കത്തി കൊണ്ട് അവൻ്റെ വയറ്റിലേക്ക് ഒരു കുത്ത്. അവൻ ഷോക്കിലിരിക്കവേ കത്തി ഊരി വീണ്ടും ഒരു കുത്ത്. 2 കുത്തി ചെറുക്കനെ നിലത്തേക്ക് വീഴ്ത്തി ഒരു സൈഡിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ഇയാൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ ചെന്ന് ഫ്രിഡ്ജിനകത്തുനിന്ന് ജ്യൂസ് എടുത്ത് കുടിക്കുന്നു. പയ്യൻ മരണവേദനയിൽ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ കൂട്ടുകാരൻ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, എടാ മോനെ, നീ എവിടെയാ? ഏതോ പെൺകുട്ടിയെ കാണണം എന്ന് പറഞ്ഞിരുന്നല്ലോ, അവളെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഭംഗിയുണ്ടോ? ഇതിന് ഈ കില്ലർ തിരിച്ച് മെസ്സേജ് അയക്കും, ഞാൻ ബൂസാനിലേക്ക് പോവുകയാണ്, എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമായി, ഞങ്ങൾ 2 പേരും കൂടി ബൂസാനിലേക്ക് പോകാൻ തീരുമാനിച്ചു, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ തിരിച്ചു വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് ഇയാൾ മെസ്സേജ് അയച്ചിട്ട് ഫോൺ ഓഫ് ചെയ്യും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിൻ ജോലിക്കാരൊക്കെ പോയതുകൊണ്ട് അവൾ തന്നെ ഈ ടൈൽസൊക്കെ പറിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പാറ്റകളെ കണ്ട് പേടിച്ച് ഒച്ച വെച്ച് നിലവിളിക്കുമ്പോഴാണ് നമ്മുടെ ചീഫ് അങ്ങോട്ട് വരുന്നത്. അവൾക്ക് വേണ്ടിയുള്ള ഭക്ഷണവും വാങ്ങിച്ചിട്ടാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. സ്നേഹമുള്ള മനുഷ്യനൊക്കെ തന്നെ, പക്ഷെ ഇവൾക്ക് അയാളെ ഇഷ്ടമല്ല. വാഷിംഗ് മെഷീൻ ഇപ്പം എങ്ങനെയുണ്ട്, ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല അത് ശരിയാക്കാൻ പറ്റില്ല, അത് കേടായി, വേറെ വാങ്ങിക്കണമെന്ന്. അപ്പം ചീഫ്, ഞാൻ ശരിയാക്കി തരാമല്ലോ, ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് വെറുതെയാണോ, ഞാൻ വീട്ടിലേക്ക് വന്ന് ശരിയാക്കി തരാം. അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇവള്. ആ നേരത്താണ് കൂട്ടുകാരി ഭക്ഷണമായിട്ട് വരിക. ഇതാ ഞാനും വന്നിട്ടുണ്ട്, ഇനി എന്താ കുഴപ്പം, സാർക്ക് ആ മെഷീൻ റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോയിട്ട് റെഡിയാക്കാമെന്നും പറഞ്ഞ് കൂട്ടുകാരിയും ഇവരെ കൂടെ തന്നെ അവളുടെ വീട്ടിലേക്ക് വരും. ചീഫ് കുറെ നേരം മാന്തിയും പറിച്ച് നോക്കിയിട്ട് ഇത് ശരിയാവും തോന്നണില്ല, മോട്ടറെല്ലാം കരിഞ്ഞു പോയി എന്ന് പറയും. അപ്പൊ ഹീറോയിൻ, സാറല്ലേ പറഞ്ഞ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചാണെന്ന്, എന്നിട്ട് ഇപ്പം എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ, ഞാൻ പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ, കോൺക്രീറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നാണ് പഠിച്ചത്, ഇലക്ട്രോണിക്സ് അല്ലല്ലോ. അങ്ങനെ കോൺക്രീറ്റിന്റെ പണി വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ഫിക്സ് ചെയ്യാനുണ്ടോ, ഞാൻ ചെയ്തു തരാം. ഹീറോയിൻ പറയും, അതിന്റെ ആവശ്യമില്ല സാർ, ഇവിടെ മറ്റു പണികളൊന്നുമില്ല, കൂടെ കൂട്ടുകാരിയും പണികളൊന്നും എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇവിടെ നിന്ന് ഉരുണ്ട് കളിക്കുന്നു, നന്നാക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പൊക്കോളൂ, ഞങ്ങൾ സമാധാനമായിട്ട് കിടക്കട്ടെ. അങ്ങനെ കൂട്ടുകാരി തള്ളി ഇറക്കി വിടുകയാണ് ചീഫിനെ. അവിടുന്ന് കട്ട് ചെയ്താൽ വീണ്ടും ഈ സൈക്കോ കില്ലർ, അയാൾ ഈ കോളേജ് പയ്യൻ താമസിച്ചിരുന്ന മുറിയിലെ എല്ലാ സാധനങ്ങളും OLXൽ യൂസ്ഡ് ഐറ്റം ഫോർ സെയിൽ എന്നും പറഞ്ഞ് പരസ്യമിടും. എല്ലാം വിൽക്കുവാണ്, അതും മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടിലും വില കുറവിന്. സോ പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങളെല്ലാം സെയിലാവും. പണം ഇയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട്. അതിനനുസരിച്ച് ഇയാള് വീട്ടിൽ നിന്ന് തന്നെ ഈ സാധനങ്ങളെല്ലാം പാർസൽ ചെയ്ത് കൊടുത്തുവിടും. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിന് നല്ലൊരു ഓഫറിൽ അധികം പഴക്കമില്ലാത്ത വൃത്തിയുള്ളൊരു മെഷീൻ കാണുക. ഉടനെ അവളത് വാങ്ങിക്കാൻ തയ്യാറാവും. പുള്ളിക്കാരന് മെസ്സേജും അയക്കുന്നുണ്ട്. പിറ്റേന്ന് ഓഫീസിൽ പോകാൻ വേണ്ടി ഇവൾ ഇറങ്ങി. ബോസിൻ്റെ ഇന്ന് കോള് വരും, ആ പറച്ച ടൈലെല്ലാം ഇന്ന് തന്നെ ഒട്ടിച്ച് തീർക്കണം എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയും ചെന്ന് സമയം കളയരുത്. ഇതേ സമയത്താണ് ആ OLXൽ മെസ്സേജ് തിരിച്ചു വരിക, നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ ഉടനെ പണം അയച്ചോളൂ, അല്ലെങ്കിൽ അത് വേറെ സെയിലാവും. സോ നല്ല ഓഫറല്ലേ, അത് കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ ഉടനെ തന്നെ പണം അയക്കുന്നുണ്ട്. കൂടെ തന്നെ അഡ്രസ്സും അയച്ചു കൊടുക്കും. ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ ഐറ്റം അയച്ചോളൂ, ഞാൻ മറ്റൊരാളെ കൊണ്ട് അത് ഫിക്സ് ചെയ്യിച്ചോളാം. അങ്ങനെയുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഐറ്റം വീട്ടിൽ ഡെലിവർ ആവുന്നുണ്ട്. ഡെലിവർ ആയി എന്ന് അറിഞ്ഞ ഉടനെ ഇവളത് ഇൻസ്റ്റാൾ ചെയ്യിക്കാനുള്ള ഒരു ജോലിക്കാരനെയും കൂടി ഏർപ്പാടാക്കുന്നുണ്ട്. ജോലിക്കാരൻ ഇന്ന് 7 മണിക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വരും. അതിനുള്ളിൽ ഇവള് ജോലി തീർത്ത് ഇറങ്ങിയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. സംഭവമാണെങ്കിൽ നല്ല പണിത്തിരക്കുമുണ്ട്. സോ ഇവളവിടുത്തെ മേസ്തിരിയോട് കുറച്ച് നേരത്തെ ഞാൻ ഇന്ന് ഇറങ്ങിക്കോട്ടെ, എനിക്ക് വീട്ടിൽ തിരക്കുണ്ട്, വർക്കുകൾ നിങ്ങൾ നോക്കി ചെയ്യണേ, പഴയതുപോലെ എന്തേലും പണി ഉണ്ടാക്കി എൻ്റെ ജോലി പോയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവരോട് അനുവാദം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നു, ആ മെക്കാനിക്ക് വാഷറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. എന്നാൽ അത് വർക്ക് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ പറയും, ഇത് ഓൾറെഡി കേടായി പറഞ്ഞു പോയൊരു മെഷീനാ,
ഇതെന്ത് ചെയ്താലും തിരിച്ച് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. കുറെ സ്കാമേഴ്സ് ഉണ്ട്, അവരിതുപോലെ യൂസ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ OLXൽ വിൽക്കും. അങ്ങനെ ആരെങ്കിലും പറ്റിച്ചതായിരിക്കും നിങ്ങളെ. ഇനിയെങ്കിലും സാധനങ്ങൾ ചെക്ക് ചെയ്ത് മേടിക്കണേന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഇറങ്ങിപ്പോക്കും. ഇവളാകെ പെട്ട അവസ്ഥ. ഇനി ആ സെല്ലർ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്ത് ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇവൾ OLXൽ കയറി ആ സെല്ലർ ID ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ആളേ ഇല്ല. അങ്ങനത്തെ ഒരു ID എന്നെ ഫൈൻഡ് ആവുന്നില്ല. സോ ആളൊരു പെർഫെക്റ്റ് സ്കാമർ ആണെന്ന് നമുക്ക് മനസ്സിലായി. പിറ്റേന്ന് തന്നെ ഇവള് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. എന്റെ 3 ലക്ഷം വോണാണ് നഷ്ടപ്പെട്ടത് സാർ. എങ്ങനെയെങ്കിലും ഈ സ്കാമറെ കണ്ടുപിടിച്ച് എന്റെ ആ പണം തിരിച്ചു കിട്ടാൻ എന്നെ സഹായിക്കണം. എത്ര നാളാവും ആളെ കണ്ടുപിടിക്കാൻ? അത് കേട്ട് ചെറിയ പോലീസുകാരൻ പറയും, എന്തായാലും ഒരു 3-4 മാസം ആവും. അയ്യോ, 3-4 മാസം ആവുമോ കണ്ടുപിടിക്കാൻ? അല്ലല്ല, അന്വേഷണം തുടങ്ങാൻ തന്നെ 3-4 മാസം ആവും. നിങ്ങളിത് എന്താ പറയണേന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ മൂത്ത പോലീസുകാരനുണ്ട്. പുള്ളിക്കാരൻ പറയും, ഇത് കണ്ടോ, ഒരു ദിവസം 100-ലധികം കേസുകളാണ് ഇതുപോലത്തെ ഓൺലൈൻ ഫ്രോഡ് കേസുകൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. എത്ര എണ്ണം ഞങ്ങൾ കണ്ടുപിടിക്കുക, അന്വേഷിക്കുക, എല്ലാം ഓർഡർ പ്രകാരം ചെക്ക് ചെയ്ത് ഫൈൻഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ പേടിക്കണ്ട, ഞങ്ങൾ എന്തായാലും കേസ് ഡ്രോപ്പ് ഒന്നും ചെയ്യില്ല. നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ, എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ അറിയിക്കാം എന്നും പറഞ്ഞ് പോലീസുകാർ അവളെ പറഞ്ഞു വിടും. അപ്പം അതിലെ പ്രതീക്ഷയും പോയി. തിരിച്ച് കൂട്ടുകാരിയോട് വന്നിട്ട് അവള് പറയും, ഇങ്ങനെയുള്ള തെണ്ടികളെ പിടിച്ച് ഇടിക്കണം, ജയിലിനകത്ത് പൂട്ടണം, വെറുതെ വിടാൻ പാടില്ല. അത് കേട്ട് കൂട്ടുകാരി, വിട്ടുകളയടി, എൻ്റെ ഇന്ന് 1.5 ലക്ഷം വോണാണ് ഇതുപോലെ ഒരുത്തനെ അടിച്ചുകൊണ്ട് പോയത്, അവനെ കണ്ടുപിടിക്കാനേ കഴിഞ്ഞിട്ടില്ല. അത് കേട്ട ഹീറോയിൻ, ഇടി നാറി, നീ ഇതിപ്പോഴാണോ പറയുന്നത്? ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ ചീഫ് വരുന്നത്. ഹീറോയിൻ വിഷമിച്ചിരിക്കുന്ന കണ്ട് എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ കൂട്ടുകാരി പറയും, ഇവള് 2ാമതൊരു മെഷീൻ വാങ്ങിച്ചില്ലേ, അതിലും പണി കിട്ടി. ഏതോ ഒരു ഫ്രോഡാണ് ഇവൾക്ക് മെഷീൻ വിറ്റത്, അതിന്റെ വിഷമത്തിലാ പെണ്ണ്. എന്തായാലും പറ്റിയത് പറ്റി, ഇവര് പോകാന്ന് പറഞ്ഞിട്ട് ഇവര് വർക്കിന് കയറുന്നു. അന്ന് വൈകുന്നേരം ഇനി വേറെ രക്ഷയില്ലെന്ന് മനസ്സിലാക്കി ഹീറോയിൻ പുതിയൊരു വാഷിംഗ് മെഷീൻ കടയിൽ ചെന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. പണമില്ലാത്തതുകൊണ്ട് EMIയിലാണ് മേടിക്കുക. എപ്പോൾ ഡെലിവറി ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഷോപ്പുകാരൻ പറയും, മാഡം ഒരുപാട് ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ 2 ദിവസം വൈകും, അതുവരെ ഒന്ന് കാത്തിരിക്കണം. സോ മെഷീൻ ഇന്ന് കിട്ടില്ല. ഇവൾക്കാണെങ്കിൽ ഒരുപാട് അലക്കാനും ഉണ്ട്. അതുകൊണ്ട് ഇവളൊരു ലോണ്ടറി കടയിൽ വന്ന് തുണികളെല്ലാം അലക്കിയിട്ട് വലിയൊരു പിക്കപ്പ് ബാഗിൽ ആ തുണിയിട്ട് ബാണ്ടക്കെട്ട് വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിയെ കവറ് പൊട്ടി ഈ തുണികളെല്ലാം റോട്ടിൽ വീഴുകയും ചെയ്യും, അവളുടെ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ. നാട്ടുകാരെല്ലാം ഇത് കാണുന്നുമുണ്ട്. ഇവക്കാണെങ്കിൽ ആ സെക്കൻഡ് ഹാൻഡ് മെഷീൻ വിറ്റവനോടുള്ള ദേഷ്യം തീരുന്നില്ല. ഇതിനെല്ലാം കാരണം അവനല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാന്നും പറഞ്ഞ് ഇവള് വീട്ടിൽ വന്ന് ആ സ്കാമറുടെ ID പല സ്ഥലങ്ങളിലും പല രീതിയിലും സെർച്ച് ചെയ്ത് നോക്കും. അവസാനം ഏകദേശം ഇവള് കണ്ട അതേപോലത്തെ ഒരു പരസ്യം സൈറ്റിൽ ഇവള് കാണും. നോക്കുമ്പോൾ ഇവയ്ക്ക് മെഷീൻ വിറ്റ അതേ ആളുടെ മുഖം, പക്ഷെ പേരൊന്നും കറക്റ്റല്ല. ABCDHFG എന്ന രീതിക്ക് പേര് കൊടുത്തിരിക്കുക, അഡ്രസ്സും ID നമ്പറും അതൊരു പിക്ചറായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവള് സെർച്ച് ചെയ്തപ്പോൾ കാണാതിരുന്നത്. ഇവൾ ആ IDയിലുള്ള എല്ലാ പരസ്യത്തിന്റെ താഴെയും ഇവൻ പറ്റിപ്പിരികാരനാ, ഇത് സ്കാമാണ്, ഇവന് പണം അയക്കരുതേ എന്ന് പറഞ്ഞ് എല്ലാത്തിന്റെ താഴെയും കമന്റ് ഇടും. ഈ നേരത്ത് സൈക്കോ ആണെങ്കിൽ ഒരു 10-12 മൊബൈലും 4-5 കമ്പ്യൂട്ടറുകളൊക്കെ വെച്ചിട്ട് ഹാക്കിംഗ് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ക്ലയന്റ് അവനെ വിളിക്കുന്നുണ്ട്. ആ ക്ലയന്റിന് ഏതോ ഒരു പെണ്ണിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം വേണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതിന്റെ എല്ലാം പാസ്വേഡും അവളുടെ കോളിംഗ് ID, അവളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വേണം. അതിനെല്ലാം കൂടി 2 മില്യൺ വോണാണ് ക്യാഷ് എന്ന് സൈക്കോ പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ആ പെണ്ണിന്റെ പോൺ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ വീണ്ടും 1 മില്യൺ വോണും കൂടി വേണം. സോ ഇങ്ങനെയുള്ള സർവീസും കൂടി ഈ സൈക്കോ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ ഡീറ്റെയിൽസ് ആർക്കും തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ഡാർക്ക് വെബിൽ കൂടെയാണ് അവൻ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിന്റെ കമന്റ് താനിട്ട പരസ്യങ്ങളുടെ എല്ലാം താഴെ ഇയാൾ കാണുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഹീറോയിനൊരു മെസ്സേജ് വരും, നീ ഇനിയും പാഠം പഠിച്ചില്ലേ, പോസ്റ്റ് ചെയ്യുന്ന നിർത്തിയേക്ക്, അല്ലെങ്കിൽ നീ വീണ്ടും പാഠം പഠിക്കുമെന്ന്. ഈ മെസ്സേജ് കിട്ടിയ ഹീറോയിൻ തിരിച്ചയക്കും, പാഠം നീയാടാ പഠിക്കാൻ പോകുന്നു, നീ ആൾക്കാരുടെ സാധനങ്ങൾ മോഷ്ടിച്ചല്ല വിൽക്കുന്ന, യു പത്തറ്റിക് ലൂസർ, വല്ല ജോലിയെടുത്ത് ജീവിച്ചോടടാ വൃത്തിയാട്ടവനെ. ഇതിന് കില്ലർ തിരിച്ചയക്കും, നീ കാണിക്കുന്നതിനെ വിഷമിക്കും, ഇതോടെ നിർത്തിക്കോ, അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടാവും. അതിന് മറുപടിയായിട്ട് ഇവള്, വിഷമിക്കാൻ പോകുന്നത് നീയാണ്, ഞാൻ നിന്നെ വാൺ ചെയ്യുന്നു, 3 ദിവസം മതി പോലീസുകാർക്ക് നിന്നെ പിടിക്കാൻ, ഞാൻ ഓൾറെഡി നിന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു, കാത്തിരുന്നോ, അവര് നിന്നെ വന്ന് പൊക്കും. ഇതിവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കില്ലർ ഇവളുടെ ഡീറ്റെയിൽസ് മുഴുവൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയായിരിക്കും. നമ്മുടെ പെണ്ണ് വിചാരിക്കുക അവളുടെ മെസ്സേജ് കണ്ടവൻ പേടിച്ചു എന്നാണ്. പിറ്റേന്ന് കമ്പനി വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്കൊരു കോള് വരുന്നത്. മാഡം, നിങ്ങളൊരു ഫ്രീ ഗിവ് അവേ കൊടുക്കുന്നുണ്ടെന്ന പരസ്യം ഞാൻ കണ്ടു, എങ്ങോട്ടാണ് വരണ്ടേന്ന് ചോദിച്ചിട്ട് ആരോ വിളിച്ചിരിക്കുക. ഇവൾ ഐ എം സോറി, റോങ് നമ്പർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചാന്ന് പറഞ്ഞ് കട്ടേ. വീണ്ടും മറ്റൊരു നമ്പറിൽ നിന്ന് ആരോ വിളിച്ചിട്ട് നിങ്ങൾ ഗിവ് അവേ കൊടുക്കുന്നു എന്ന പരസ്യം കണ്ടു, ഒരു വാഷിംഗ് മെഷീൻ, എനിക്കത് കാണാൻ പറ്റുമോ, ഞാൻ വന്നത് പിക്കപ്പ് ചെയ്തോട്ടെ. ഇവള് കോള് കട്ടയും, ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല, പരസ്യം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. വീണ്ടും കോൾസ് വരുന്നുണ്ട്. ഇവള് സംശയപ്പെട്ട് OLX ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ
ഇവളുടെ അഡ്രസ്സും പേരും നമ്പരും വെച്ചിട്ട് ഫ്രീ ഗിവ് അവേ ആയിട്ട് ഇവളുടെ വാഷിംഗ് മെഷീൻ ഇട്ടിരിക്കുക. അവൾക്ക് വീണ്ടും വീണ്ടും കോൾസ് വരുന്നുണ്ട്. ആ സമയത്താണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് മെസ്സേജ് വരിക കമ്പ്യൂട്ടറിൽ, യു ഷുഡ് ടേക്ക് യുവർ കോൾസ്, നിനക്ക് വരുന്ന കോൾസ് എല്ലാം എടുക്കാൻ പറഞ്ഞിട്ട്. അത് ആ സ്കാമർ ആണെന്ന് ഇവൾക്ക് മനസ്സിലായി. ഇവൾ ആ സ്കാമർ ഇട്ട പരസ്യത്തിന് താഴെയായിട്ട് ഇതൊരു ഫ്രോഡ് ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്, ആരും വിശ്വസിക്കല്ലേ, ഡോണ്ട് കോൾ മീ എന്ന് പറഞ്ഞ് കമന്റ് അടിക്കും. അത് കഴിഞ്ഞ് സമാധാനത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ടയേർഡ് ആയതുകൊണ്ട് അവൾ വീടിനകത്ത് കയറിയ ഉടനെ നിലത്താണ് കിടക്കുക. പെട്ടെന്നുണ്ട് ആരോ കോളിംഗ് ബിൽ അടിക്കുന്നു. ചിക്കൻ ഡെലിവറി മാഡം, ഇതല്ലേ യൂണിറ്റ് 302, ചിക്കൻ ഡെലിവറി ഒന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയും. ഇവള് പറയും ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ആരാ നിങ്ങൾ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ആളും വന്നു. മാഡം നൂഡിൽസ് ഓർഡർ ചെയ്തിരുന്നു, ഇതല്ലേ 302. അപ്പോഴേക്കും ഇതാ മറ്റൊരാളും കൂടി വന്നിരിക്കുന്നു, പിസ്സ ഡെലിവറി എന്ന് പറഞ്ഞ്. ഇവള് ചെയ്യാത്ത ഓർഡറും കൊണ്ട് പല ആൾക്കാരും. അവരെയെല്ലാം ഇത് ഫേക്ക് ഓർഡേഴ്സ് ആണെന്നും പറഞ്ഞു വിട്ടിട്ട് പിറ്റേന്ന് ഇവള് ഡോറിൽ ഞാൻ ഡെലിവറി ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല, പ്രാങ്ക് കോൾസ് ആണ്, അതുകൊണ്ട് ആരും ഒരു സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞൊരു നോട്ടീസ് എഴുതി ഒട്ടിച്ചിട്ട് ഇവള് നേരെ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ കംപ്ലൈന്റ് കൊടുക്കുന്നു. ഫേക്ക് ഓർഡേഴ്സ് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് പോലീസുകാരാണെങ്കിൽ ഇത് രണ്ടും ചെയ്യുന്നത് ഒരാളാണ് എന്നതിന് തെളിവില്ല, അതുകൊണ്ട് ഇതൊരു ഡിഫറൻറ്റ് കേസായിട്ടേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവള് പറയുന്നുണ്ട് ഇത് സെയിം ആള് തന്നെയാ, എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന്. അത് കേട്ട് വലിയ പോലീസുകാരൻ പറയും, ഇമാതിരി ഫ്രോഡുകൾ നിങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും, എന്തുകൊണ്ട് അവന്റെ പിന്നാലെ പോവാതെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്തൂടാ, നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റിയേക്ക്, അപ്പൊ ശല്യം ഉണ്ടാവില്ല. ഞങ്ങൾ എന്തായാലും ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്, വിവരങ്ങൾ കിട്ടിയാൽ നിങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞ് പോലീസുകാർ ഇവളെ പറഞ്ഞു വിട്ടാണ്. അപ്പം നമ്മുടെ വലിയ പോലീസ് കുഞ്ഞു പോലീസ് പയ്യനോട് ചോദിക്കും, നീ എന്താണ് അവള് വന്നപ്പോൾ വലിയ ആള് കളിച്ച് ക്രൈം സീനിലേക്കൊക്കെ പോണത് ഞാനല്ലേ, എന്നിട്ട് പെമ്പിള്ളേര് വരുമ്പോൾ നീ എന്തോ വലിയ ഇൻവെസ്റ്റിഗേറ്റർ ആണെന്നുള്ള ഷോ ഓഫ് കാണിക്കുന്നു, നീ കാരണമാണ് ആ പെണ്ണ് വീണ്ടും ശല്യം ചെയ്യുന്നത്. എന്തായാലും ആ പെണ്ണ് പറഞ്ഞ ഡെലിവറി സെന്ററുടെ അഡ്രസ്സ് എനിക്കൊന്ന് അയക്കേ, ഞാൻ അവിടെ ചെന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ മൂത്ത പോലീസ് ഡെലിവറി സെന്ററുകാരന്റെ അഡ്രസ്സിലേക്ക് ചെല്ലും. അവിടെ വീട് പൂട്ടിയിരിക്കുകയാണ്. ഹൗസ് ഓണർ പറയും, ഒരു കോളേജിൽ പഠിക്കുന്ന ചെറുക്കനാണ് അവിടെ താമസിക്കുന്നത്, പുറത്തെങ്ങാനും പോയിട്ടുണ്ടാവും, ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹൗസ് ഓണർ വിളിച്ചു നോക്കുമ്പോൾ കോൾ അറ്റൻഡ് ആവുന്നില്ല. പോലീസുകാരൻ ചോദിക്കും, എനിക്കൊന്ന് ആ വീടിനകത്തേക്ക് കയറി ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അതിന് ഹൗസ് ഓണർ, അതെങ്ങനെ പറ്റും, ആ പയ്യൻ അനുവദിച്ചാലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ, അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ പെർമിഷൻ ഒന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ എനിക്ക് ജോലിയുണ്ടെന്നും പറഞ്ഞ് ആ ലേഡി അവിടെ നിന്ന് പോയി കളയും. ഇവർക്ക് വാറണ്ടില്ലാതെ ആ വീടിനകത്തേക്ക് കയറാനും പറ്റില്ല. സോ നമ്മുടെ മൂത്ത പോലീസുകാരൻ ആ സെന്ററിൽ താമസിക്കുന്ന പയ്യന്റെ ഫോൺ നമ്പറിലെ ആ നമ്പറിലെ കോൾ ലിസ്റ്റുകൾ ചെക്ക് ചെയ്യാൻ തന്റെ അസിസ്റ്റന്റ് പോലീസുകാരനോട് വിളിച്ചു പറയും. ഈ സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്ന നമ്മുടെ ഹീറോയിൻ ഡോറി ഒട്ടിച്ചു വെച്ചിരുന്ന നോട്ടീസ് കാണാതെ ഭയപ്പെടാണ്. ആരോ വന്ന നോട്ടീസ് പറിച്ചു കളഞ്ഞിട്ടുണ്ട്. സോ ഉടനെ ഇവളെ പോലീസുകാരെ വിളിച്ച് CCTV അവരെ അപ്പാർട്ട്മെന്റിലെ CCTV ചെക്ക് ചെയ്യിക്കും. പക്ഷെ CCTV ഫൂട്ടേജ് എല്ലാം ബിൽഡിങ്ങിന് വെളിയിലുള്ള വിഷ്വൽസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പാർട്ട്മെന്റുകൾക്ക് അകത്തൊന്നും CCTV സ്ഥാപിച്ചിട്ടില്ല, അത് പ്രൈവസിയെ ബാധിക്കുന്നു പറഞ്ഞ് ഒഴിവാക്കിയതാണ്. സോ ഈ കില്ലർ ഏത് വഴിയാണ് അകത്ത് പ്രവേശിച്ചതെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മൂത്ത പോലീസുകാരൻ പറയും, മാഡം ആരെങ്കിലും പോസ്റ്റർ വലിച്ചു കീറിയെന്ന് പറഞ്ഞിട്ടൊന്നും ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, കാര്യമായ ക്രൈം വേണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു ഡെലിവറിക്കാരൻ വരുന്നത്. 302ലേക്കാണ് ഡെലിവറി എന്ന് പറഞ്ഞു. അപ്പൊ ഹീറോയിൻ കരഞ്ഞിട്ട് പോലീസുകാരനോട് പറയാണ്, കണ്ടോ സാർ, ഞാനിത് എത്രയാണ് സഹിക്കുക, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചു തരും, എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തു. മൂത്ത പോലീസ് തല ചൊറിഞ്ഞിട്ട് പറയും, നിങ്ങൾ പേടിക്കാതെ, ഞാനിവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റുകളിലെല്ലാം വിളിച്ച് പറയാം ഇങ്ങോട്ട് ഡെലിവറി ഒന്നും കൊടുക്കണ്ടെന്ന്, അവർക്ക് ആരാണ് ഓർഡർ കൊടുത്തതെന്നും ഞാൻ ചെക്ക് ചെയ്യാം, നിങ്ങൾ ചെന്ന് റെസ്റ്റ് എടുക്കുമെന്നും പറഞ്ഞ് പോലീസ് ഹീറോയിനെ പറഞ്ഞു വിടും. അപ്പോഴാണ് അവിടെ താമസിക്കുന്ന ഒരു സിഗരറ്റ് വലി കുണ്ടുചേട്ടൻ വന്നിട്ട് ഫോണിൽ വീഡിയോയും കണ്ട് ഈ ലോകത്തെല്ലാവർക്കും ഭ്രാന്താന്നും പറഞ്ഞ് മെല്ലെ ഒരു ഭാഗത്ത് കുത്തിയിരിക്കുക. പോലീസുകാരൻ പുള്ളിയെ നോക്കുന്നുണ്ട്, പക്ഷെ സംശയമൊന്നും തോന്നണില്ല. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിറ്റേന്ന് മൊബൈൽ ഷോപ്പിൽ ചെന്ന് അവളുടെ നമ്പർ ചേഞ്ച് ചെയ്യും. ഇനി ശല്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് അവൾ വിചാരിക്കുക. ഇതിനൊപ്പം കൂട്ടുകാരിയും പറയും, നീ എന്തായാലും വീട് മാറ്റിയേക്ക്, ഇവിടുന്ന് താമസം മാറിയേക്ക്, എന്നാ പിന്നെ അവനെ നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അത് കേട്ട് ഹീറോയിൻ ഒരാഴ്ചയായിട്ടുള്ള ഇങ്ങോട്ട് വന്നിട്ട് ഇനി വീണ്ടും മാറണത് ആലോചിക്കുമ്പോൾ തന്നെ കഷ്ടം, എന്തേലും വഴി കണ്ടുപിടിക്കാം. ഇങ്ങനെ അവര് രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞ് കൂട്ടുകാരി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നിനക്ക് എൻ്റെ കൂടെ താമസിച്ചൂടടി എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ കൂട്ടുകാരി പറയും, എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ തന്നെ സംശയം എനിക്ക് അവിഹിതം ഉണ്ടോന്ന്, ഇനി നിന്റെ കൂടെ താമസിച്ചിട്ട് അയാൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണ്ട, ഞാൻ പോകുന്നു, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, റെസ്റ്റ് എടുക്കുന്നും പറഞ്ഞ് കൂട്ടുകാരി പോകുന്നുണ്ട്. ഈ സമയത്ത് പുതിയൊരു ഡെലിവറിക്കാരൻ ഇവളുടെ വീട്ടിലേക്ക് ചെല്ലാതെ സ്കൂട്ടർ ഓണാക്കി അപ്പാർട്ട്മെന്റിന് താഴെ കാത്തിരിപ്പുണ്ടാവും. അതാരാണെന്ന് അറിഞ്ഞില്ല. ഇവള് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പണ്ട് ഏതോ ഒരാൾ വീടിനകത്ത് കയറി എന്തൊക്കെയോ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെണ്ണ് പേടിച്ചിട്ട് നിങ്ങളാരാ, ഇവിടെ എന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ബിൽഡിംഗ് ഓണർ നിങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു CCTV സ്ഥാപിക്കാൻ പറഞ്ഞു, ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പണിയെല്ലാം കഴിഞ്ഞു, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഇറങ്ങുന്നുണ്ട്. പക്ഷേ CCTV കാണാൻ ക്യാമറ പോലില്ല, തീ പിടിച്ചാൽ വെള്ളം വരുന്ന സാധനം പോലുണ്ട്, ഇതെന്താ ഇങ്ങനെ ഷേപ്പ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും,
പുതിയ മോഡലാ. ആൾക്കാർ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഈ ടൈപ്പ് ക്യാമറകളാണ് ഇപ്പം ഇറങ്ങുന്നത്. ഇതിൽ ഒരാഴ്ചത്തെ ഫുട്ടേജ് റെക്കോർഡാവും. അത് കഴിഞ്ഞ് എല്ലാം എറേസ് ആവും. അതിനകത്തൊരു SD കാർഡ് കൂടിയുണ്ട്. അതെടുത്താൽ നമുക്ക് ആ ഫുട്ടേജ് കാണാൻ പറ്റും. ഇങ്ങനെ ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ട് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോകുന്നു. പിറ്റേന്ന് ജോലിക്കിടെ ഇവൾക്ക് അമ്മയുടെ കയ്യിൽ നിന്നൊരു മെസ്സേജ് വരും. മോൾക്ക് സുഖമാണോ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ഞാനൊരു പുതിയ AC വാങ്ങണമെന്ന് വിചാരിക്കുന്നു, ഇവിടെ ഭയങ്കര ചൂടാ, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ACക്ക് വേണ്ട പണം ഒന്ന് അയക്കോ, ഞാൻ ലേശം ടൈറ്റാ. ശരി, എത്രയാന്ന് ചോദിക്കുമ്പോൾ 1 മില്യൺ വോൺ ആണെന്ന് അമ്മ പറയും. ഇവൾ ഉടനെ 1 മില്യൺ അയക്കാൻ വേണ്ടി പാസ്വേഡ് അടിക്കുന്നുണ്ട്. എന്നാലൊരു സംശയം തോന്നിയിട്ട് ഇവൾ അമ്മയ്ക്ക് വിളിച്ചു നോക്കും. അമ്മ ഫോൺ എടുക്കുന്നില്ല, ലൈൻ ബിസിയാണ്. സോ ഇവൾ അമ്മയോട് അമ്മയെ അച്ഛൻ എവിടെയാന്ന് ചോദിക്കുകയാണ്. അപ്പൊ മറുപടി ആയിട്ട് അച്ഛൻ ജോലിക്ക് പോയി എന്ന് അമ്മ അയച്ചിരിക്കുന്നു. പക്ഷെ ഇവളുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടതാണ്. അച്ഛൻ മരിച്ചതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മറുപടി പറയുന്നത്? സത്യം പറയടാ, നീ അവനല്ലേ, നീ ആ തെണ്ടിയല്ലേ? അതിനുടനെ തിരിച്ച് മെസ്സേജ് വരുന്നു, ഞാൻ അത്രയും കാര്യങ്ങൾ പഠിച്ചില്ല, സോറി, ഞാൻ തൻ്റെ അമ്മയോട് സംസാരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു, കുറച്ചുകൂടെ പഠിക്കണമായിരുന്നു, നീ കണ്ടുപിടിച്ചല്ലേ എന്നും പറഞ്ഞ് മെസ്സേജ് കട്ടാവും. സോ ആ ഹാക്കർക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവൾക്ക് മനസ്സിലായി. പെണ്ണ് പേടിച്ചിരിക്കുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് വന്ന് രാത്രി കിടന്നുറങ്ങുമ്പോണ്ട് ആരോ വീടിന്റെ പാസ്വേഡ് അടിച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. ഇവള് പേടിച്ച് വിറച്ച് ചെന്ന് നോക്കുമ്പോൾ ഏതോ ഒരു മനുഷ്യൻ അകത്തേക്ക് ഒളിഞ്ഞു തപ്പി നോക്കുക. ഇവള് നിങ്ങൾ ആരാ, എന്താ നിങ്ങൾക്ക് വേണ്ടേന്ന് ചോദിക്കും. അയാൾ ചിരിച്ചോണ്ട് പറയും, നിങ്ങളുടെ ബോയ് ഫ്രണ്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, നിങ്ങൾക്കൊരു 1 നൈറ്റ് സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞു, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇവൾ ഉടനെ ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കും, ഇറങ്ങിപ്പോടാന്ന് പറയാണ്. പക്ഷെ ആ മനുഷ്യനാണെങ്കിൽ ആരെങ്കിലും കാണാൻ അകത്തേക്ക് കയറ്റ്, നീ എന്തൊക്കെയാണ് ഈ കാണിക്കണമെന്നും പറഞ്ഞ് ലോക്ക് പൊളിച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. ഇവൾ ഉടനെ പോലീസിനെ വിളിക്കും. അഡ്രസ്സ് പറഞ്ഞിട്ട് ഏതോ ഒരു അപരിചിതൻ എന്റെ വീട് ബ്രേക്ക് ചെയ്ത് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു, എന്നെ സഹായിക്കണേന്ന് വിളിച്ച് പറയാണ്. ഇത് കേട്ട ആ മനുഷ്യൻ വാതിൽ വലിച്ചടച്ചിട്ട് ഇറങ്ങിപ്പോകും. അപ്പണ്ട് ഇവൾക്കൊരു മെസ്സേജ് വരുന്നു, ഞാൻ അവനെ നിനക്ക് വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത്, പിന്നെ എന്തുകൊണ്ടാണ് നീ തിരിച്ചയച്ചത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? 5 മില്യൺ വോൺ, അത് 5 മിനിറ്റിനകം നീ അയക്കുകയാണെങ്കിൽ മാത്രം ഞാനിത് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വീണ്ടും തുടരും. പെണ്ണ് പേടിച്ച് വിറച്ച് വേറെ വഴിയില്ലാതെ 5 മില്യൺ വോൺ അവൻ അയക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. പക്ഷെ എന്നാലും തോറ്റു കൊടുക്കണോ വേണ്ടയോ എന്നിവള് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞു.